ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഈ ഒരു വിഷയമാണ് ഇവിടെ സംസാരിച്ച് വന്നത്. നമ്മൾ പറഞ്ഞ് വത്തഖദു മിൻ ദൂനില്ല, അള്ളാഹുവിനോട് കൂടാതെ അവർ സ്വീകരിച്ചു ആലിഹത്തൻ, ആലിഹത്തന്ന ഇലാഹുകളെ. എന്തിനാണ് സ്വീകരിച്ചത്? ലഅല്ലഹും യുൻസറൂൻ, തങ്ങൾ സഹായിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ആരാധിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇലാഹുകളെ അവർ സ്വീകരിച്ചത്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന റദ്ദാണ്, മറുപടിയാണ് എന്ത്? ലാ യസ്തതിഊന നസ്റഹു, ലാ യസ്തതിഊൻ, ഈ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കൂല, ആരാധ്യന്മാർക്ക് സാധിക്കൂല, നസ്റഹും, ഈ ആരാധിച്ചവരെ സഹായിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ലഅല്ലഹും യുൻസറൂൻ, തങ്ങൾ സഹായിക്കപ്പെടുമെന്നുള്ള ആ ഒരു വിശ്വാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർക്കുകയാണ്. സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത് എങ്കിൽ ലാ യസ്തതിഊന നസ്റഹും, അവർക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കൂല എന്ന് മാത്രമല്ല, വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. എന്താ വഹും, അവർ, ലഹും ഇവർക്ക്, ജുന്ദും മുഹ്ദറൂൻ. എന്താണ് മുഹ്ദറൂൻ എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെട്ടവർ, ജുന്ദു എന്ന് പറഞ്ഞാൽ സൈന്യം. എന്താ നമ്മൾ അതിൻ്റെ അർത്ഥം പറഞ്ഞത്? ആർക്ക് സൈന്യമാണെന്ന് പറഞ്ഞത്? ആരാധിക്കുന്നവർ ആരാധ്യന്മാർക്കാണോ, അതല്ല ആരാധ്യന്മാർ ആരാധിക്കുന്നവർക്കാണോ? രണ്ടു കൂട്ടരുണ്ടല്ലോ. ഒന്ന് ആരാധിക്കുന്നവരുണ്ട്, പിന്നെ ആരാധനാ വസ്തുക്കളും ഉണ്ട്, ആരാധിക്കപ്പെടുന്നവരുണ്ട്. ആർക്ക് സൈന്യങ്ങൾ എന്നാ പറഞ്ഞ്? ആരാധിക്കുന്നവർ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് സൈന്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇതിനെ സഹായിക്കണം, ഇവരിതിന് സെക്യൂരിറ്റി നിൽക്കണം. അപ്പൊ എന്താ നടക്കുന്നത്? തങ്ങൾ സഹായിക്കപ്പെടും എന്ന നിലക്കാണ് ഇവർ ആരാധിക്കുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അള്ളാഹു പറയാൻ ലാ യസ്തതിഊന നസ്റഹു, തിരിച്ചാണ് സംഭവിക്കുന്നത്. ആരാധിക്കുന്നവർ ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്കാണ് എന്തുണ്ട്? സഹായികളായിട്ട്, സൈന്യമായിട്ട് വർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഖന്തഖ് യുദ്ധത്തിൽ അംർ ബിൻ വുദ് എന്ന് പറയുന്ന ഒരു മല്ലൻ, ഖുറൈശികളിലെ ഭയങ്കര മല്ലനായിരുന്നു അംർ ബിൻ വുദ്. ഈ അംർ ബിൻ വുദ്ദിനെ അലി ആണ് എന്ത് ചെയ്യണത്? ഏറ്റുമുട്ടണത്, കൈകാര്യം ചെയ്യണത്. ഖന്തഖ് യുദ്ധത്തിൻ്റെ പ്രശ്നം എന്താ? വിഷയം ഖന്തഖ് യുദ്ധത്തിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നിട്ടില്ല, ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല. കാരണം എന്താ പ്രശ്നം? കിടങ്ങാണ്, വിശാലമായ കിടങ്ങാണ് നീളത്തിൽ. അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് സൈന്യം ഒന്നായിട്ട് ഓടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. അവർ വന്ന് നോക്കുമ്പോൾ കിടങ്ങാ കാണുന്നത്. 5 മീറ്റർ 6 മീറ്റർ വീതിയിലാണ്, 3 മീറ്റർ ആഴത്തിലാണ്, പിന്നെ 5000 മുഴം നീളത്തിലാണ് കിടങ്ങ്. പക്ഷെ ചില ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇത് ചാടാൻ. അബൂ സുഫിയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ട് വീതിക്ക് വ്യത്യാസമുണ്ട്. ഈ ഖുറൈശികളിലെ ഈ കുതിരപ്പടയാളികൾ അവർ ചിലരിതും എടുത്തിയാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് അംർ ബിൻ വുദ്. അംർ ബിൻ വുദ് കിടങ്ങ് ചാടി ഇങ്ങോട്ട് കിടന്ന്, എന്നിട്ട് മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ അലിയാണ് ഇറങ്ങിയത്. അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിയപ്പോൾ അയാൾക്ക് 19 വയസ്സുണ്ട്. മൂപ്പരാണെങ്കിലോ ഖുറൈശികളിലെ ഏറ്റവും വലിയ കരുത്തനാണ്, പിന്നെ നല്ല കുതിരപ്പടയാളിയാണ്. അപ്പോൾ അലിയാരെ അയാൾ വിഗണിക്കുന്നുണ്ട്. നിൻ്റെ കൂട്ടത്തിൽ പിന്നെ വലിയവരുണ്ട്, മുതിർന്നവർ, അവരെ വിടാൻ പറയുന്നുണ്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ചിട്ട്. പക്ഷെ അലി തന്നെയാണ് ചെല്ലണത്. അങ്ങനെ അലി അദ്ദേഹത്തോട് ഏറ്റുമുട്ടി. അലി ചില പ്രയോഗങ്ങളിലൂടെയാണ് അയാളെ കീഴടക്കുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഈ അംർ ബിൻ വുദ്ദിനെ പിന്നെ നിലം പരിശാക്കി പറയുന്നുണ്ട്, അലി പിന്നെ അംറിനെ വധിച്ചിരിക്കുന്നു. എന്നിട്ട് അലി പറയുന്നത് എന്താണ് ആ സമയത്ത്? അതാണ് നസറൽ ഹിജാറത മിൻ സഫാഹതി റഈഹി വനസർത റബ്ബ മുഹമ്മദിൻ ബിസവാബി വനസർതു റബ്ബ മുഹമ്മദിൻ ബിസവാബി ലാ തഹ്സബന്നല്ലാഹ ഖാദില ദീനഹു വനബിയഹു യാ ജാമിഅൽ അഹ്സാബി എന്നാണ് അലി പറഞ്ഞത്. അലി ഒരു കവിയാണ്. അലി പറയുന്നത് നസറൽ ഹിജാറത മിൻ സഫാഹതി റഈഹി. ഈ അംർ ബിൻ വുദ്ദിനെ കുറിച്ച് പറയുന്നത് നസറൽ ഹിജാറ, അവൻ കല്ലിനെയാണ് താങ്ങുന്നത്, സഹായിക്കുന്നത്. മിൻ സഫാഹത്തി റഈ, അത് അവൻ്റെ ബോഷ്ക്ക് കാരണത്താലാണ്. ഈ പ്രതിമകളെ, കല്ലിനെ അവന് സഹായിക്കുന്നു, താങ്ങുന്നു എന്നുള്ളത് അവൻ്റെ ബോഷ്ക്ക് കാരണത്താൽ ആണ്.
വനസർതു റബ്ബ മുഹമ്മദിൻ ബി സവാബി, ഞാൻ റബ്ബ് മുഹമ്മദിനെയാണ് എന്ത് ചെയ്തത്, സഹായിച്ചത് യഥാവിധം ബി സവാബി. ലാ തഹ്സബന്ന അല്ലാഹ ഖാദില ദീനഹു വനബിയഹു യാ ജാമിഅൽ അഹ്സാബി. സഖ്യകക്ഷികളെ ഒരുമിച്ച് കൂട്ടിയ വ്യക്തികളെ അള്ളാഹു ഒരിക്കലും അവൻ്റെ ദീനിനെയും നബീനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിക്കും അല്ലെങ്കിൽ നിന്ദിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട എന്ന് പറഞ്ഞാണ് ചെയ്തത് അംറിനെ അലി കൈകാര്യം ചെയ്തത് എന്നാണ്. അതിൽ നസറൽ ഹിജാറത മിൻ സഫാഹത്തി റഅയിഹി, കല്ലിനെയാണ് സഹായിക്കുന്നത്. അവരാരാധിച്ചിരുന്ന പലതും എന്താണ്, കല്ലുകളാണ്, അതേപോലെ തന്നെ ഷജറുകളാണ്, അതേപോലെ തന്നെ ഖബറുകളാണ്, പിന്നെ ആളുകളാണ്. അപ്പോൾ അതാണ് വിഷയം. ഇവർ ആരാണ് ആരാധിക്കുന്നത്? അവർ ആരാധ്യന്മാർക്ക് സഹായികളാണ്. അതുകൊണ്ടാണ് അൻത ഫഅൽത ഹാദാ ബി ആലിഹത്തിന യാ ഇബ്രാഹിം, ഞങ്ങളെ ഇലാഹുകളെ നീയാണ് ഈ പണി ചെയ്തത് ചോദിക്കാണ്. ഇലാഹുകളെല്ലാം കരുത്തുള്ളവരായിട്ട് അവരുടെ വിശ്വാസപ്രകാരം അവിടെ ഉണ്ട്. വലിയ ഇലാഹ് പ്രത്യേകിച്ച് അവിടെ ഉണ്ട്. ഇലാഹിനോടല്ല അവർ ചോദിക്കണേ. പിന്നെ ഇലാഹിന് വേണ്ടിയിട്ട് ഇബ്രാഹിമിനോടെ ചോദിക്കണം അലൈഹിസ്സലാം ആരാധി ചെയ്തതെന്ന്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ഫസ്അലൂഹും, അവരോട് ചോദിക്കാൻ പറയാണ് ഇൻകാനു യൻതിഖൂൻ, അവർ സംസാരിക്കുമെങ്കിൽ. പറഞ്ഞു തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരാധിക്കപ്പെടുന്നവർക്ക് ആരാധ്യന്മാർ സഹായികളായി സൈനികരായി വർത്തിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ലാ യസ്തതിഊന നസ്റഹും, ഒരിക്കലും ഈ ആരാധിക്കുന്നവരെ ആരാധ്യന്മാർക്ക് സഹായിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായിട്ട് പറയും. ചില തഫ്സീറുകളിൽ ഇമാം അൽ ഹസൻ അൽ ബസരിയൊക്കെ പറഞ്ഞത് വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ എന്ന് പറഞ്ഞെങ്കിൽ വഹും ഈ ആരാധ്യന്മാർ ലാത്ത, ഉസ്സ, മനാത്ത, ഉസൈർ, ഈസ ഇവരൊക്കെ ആരാധിച്ചിരുന്നല്ലോ, ഷംസ്, ഖമർ ഇതൊക്കെ. അപ്പോൾ ഈ ആരാധ്യന്മാർ ലഹും ആരാധിച്ചിരുന്നവർ, ആരാധിക്കപ്പെട്ടിരുന്നവർക്ക് ജുന്ദുൻ മുഹ്ദറൂൻ ഇലന്നാർ, നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അല്ലെങ്കിൽ ഹാജരാക്കപ്പെടുന്ന സൈന്യമാകുന്നു എന്നാണ്. അതിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഹദീസിൽ കാണാം, ഷഫാഅത്തിൻ്റെ ഹദീസിൽ കാണാം, പിന്നെ ഷഫാഅത്തൊക്കെ നിർവഹിച്ച് വിചാരണ പൂർത്തിയായതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തോട് പറയും, അള്ളാഹുവെ കൂടാതെ ആരാധിച്ചിരുന്നവരെല്ലാം തങ്ങളുടെ ആരാധ്യന്മാരുടെ പിന്നാലെ പോകട്ടെ എന്ന് പറയും. എല്ലാവരും തങ്ങളുടെ ആരാധ്യന്മാരുടെ പിന്നാലെ പോകാൻ പറയും. അപ്പോൾ ഹദീസിൽ കാണാം, സൂര്യനെ ആരാധിച്ചിരുന്നവർ സൂര്യൻ്റെ പിന്നാലെ, ചന്ദ്രനെ ആരാധിച്ചിരുന്നവർ ചന്ദ്രൻ്റെ പിന്നാലെ, സനമുകളെ ആരാധിച്ചവർ അതിൻ്റെ പിന്നാലെ, താഗൂത്തുകളെ ആരാധിച്ചവർ അതിൻ്റെ പിന്നാലെ, പിന്നെ ഉസൈറിനെ ആരാധിച്ചവർക്ക് ഉസൈറിൻ്റെ ഷെയ്ത്താൻ ഉസൈർ പ്രത്യക്ഷപ്പെടുന്നതാണ്, ആ ഷെയ്ത്താൻ്റെ പിന്നാലെ. ഈസയെ ആരാധിച്ചവർക്ക് ഷെയ്ത്താൻ ഈസ പ്രത്യക്ഷപ്പെടുന്നതാണ്, ആ ഷെയ്ത്താൻ്റെ പിന്നാലെ. എല്ലാവരും പോകുമെന്നാണ്. ആ പോക്ക് ഇവിടേക്കാണ്. പിന്നെ ഷംസിൻ്റെ പിന്നാലെ, സനമിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇവർ സൈന്യങ്ങൾ എന്ന പോലെയാണ് പോണത്. ഇവർ സൈന്യത്തിൻ്റെ നേതാക്കന്മാർ, ഇവർ ആരാധിച്ചിരുന്നവർ സൈന്യങ്ങളെപ്പോലെ പോകുന്നതാണ്. ആ പോക്ക് കൊടുക്കാണ് മുഹ്ദറൂന ഇലന്ന, നരകത്തിലേക്ക് അവരെ ഹാജരാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആരാധ്യന്മാർ ആരാധിച്ചിരുന്നവർക്ക് ജുന്ദും മുഹ്ദറൂൻ ആണത് പരലോകത്ത്. ആ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് എന്നാണ് ഇമാം ഹസൻ ബസ്രിയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. രണ്ടായാലും എന്താണ് അള്ളാഹു പറയുന്നത്, ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ.